ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്? അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഈ റവ ഞാനിവിടെ മെഷർമെന്റ് കപ്പിലാണ് എടുത്തേക്കുന്നത്. അത് 1 കപ്പ് റവ എടുക്കുമ്പോൾ പിന്നെ ഒരു ചെറിയൊരു സവോള ചോപ്പ് ചെയ്തെടുത്തത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തെടുത്തത്, പിന്നെ പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. പച്ചമുളകും ഞാനിവിടെ ചോപ്പ് ചെയ്തെടുത്തേക്കാണ്. പിന്നെ കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ കടുക്, 1.5 ടേബിൾ സ്പൂൺ ഉഴുന്ന്, പിന്നെ ഉണക്കമുളക് ഞാനിവിടെ ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഈ ഉപ്മാവ് നമ്മൾ ഉണ്ടാക്കുന്നത് ഡാൽഡയിലാണ് ഉണ്ടാക്കുന്നത്. അതാണ് ഡാൽഡയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഉപ്മാവിന്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുക. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഡാൽഡയും എടുത്തിട്ടുണ്ട്. ഈ ഉപ്മാവിലേക്ക് ആവശ്യത്തിന് ഉപ്പും വേണം. അപ്പൊ നമുക്ക് നോക്കാം എന്തെങ്കിലും ഉപ്മാവ് ആക്കാന്ന്. ഈ ഉപ്മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് ഡാൽഡ ചേർക്കാം. ഈ ചൂടായ ഡാൽഡയിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. അപ്പൊ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഉഴുന്ന് ചേർക്കാം. ഉഴുന്ന് പതുക്കൊന്ന് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉണക്കമുളക് ചേർക്കാം. ഉണക്കമുളക് ചേർക്കുമ്പോൾ പതുക്കൊന്ന് ചെറുതാക്കിയിട്ട് ചേർക്കാം. ഈ ഉണക്കമുളകും വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന സവോള ചേർക്കാം. ഇഞ്ചി ചേർക്കാം. പച്ചമുളക് ചേർക്കാം. കറിവേപ്പില ചേർക്കാം. ഈ സവോളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. സവോള നന്നായിട്ട് മൊരിയേണ്ട ആവശ്യമില്ല. സവോളയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴന്നാൽ മതി. അപ്പൊ സവോളയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് റവ ചേർക്കാം. ഇപ്പൊ റവ ഇതിന്റെ കൂടെ ഇട്ടിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ആ റവയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ഒന്നല്ലെങ്കിൽ നമുക്ക് നേരിട്ടിട്ട് ഇങ്ങനെ റവയിലേക്ക് ചേർക്കാം. ഈ നമ്മൾ ആ ചേർക്കണ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടും ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യണം. ഇപ്പൊ റവയിലേക്ക് ഉപ്പ് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചൂടുള്ള വെള്ളം ചേർക്കാം. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊരു 5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം ഈ ഉപ്മാവ് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വയ്ക്കാം. ഉപ്മാവ് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ഇത് നമുക്കൊന്ന് തുറന്നു നോക്കാം. ഈ ഉപ്മാവ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് വെള്ളം ചേർത്ത ഒഴിക്കുന്ന ഉപ്മാവ് മിക്സ് ചെയ്യരുത്. സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. ഈ ഉപ്മാവ് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് അപ്പം പോലെ നന്നായിട്ടൊന്ന് ഒതുക്കി വെച്ചെടുക്കാം. അങ്ങനെ ഉപ്മാവ് ഇരിക്കുമ്പോഴായിരിക്കും കാണാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുക. നമുക്ക് ഉപ്മാവ് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അപ്പം പോലെ ഇങ്ങനെ ഒതുക്കി വയ്ക്കാം. സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം.